ഗൾഫ് മേഖലയിലെ പ്രധാന ശക്തികളിലൊന്നായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇപ്പോൾ തന്റെ വിദേശ നയത്തിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന ഘട്ടത്തിലാണ്. ഏറെക്കാലമായി സഹകരിച്ചു നിന്ന രാജ്യങ്ങളുമായി പോലും UAE ഇപ്പോൾ കൂടുതൽ കർക്കശമായ സമീപനം സ്വീകരിച്ചതായി കാണാം. പ്രത്യേകിച്ച് ഒപെക് എന്ന ആഗോള എണ്ണ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോകാനുള്ള UAEയുടെ തീരുമാനം വലിയ ചർച്ചകൾക്ക് ഇടയായിരിക്കുകയാണ്. ഏകദേശം 59 വർഷത്തെ അംഗത്വം അവസാനിപ്പിക്കാനുള്ള ഈ നീക്കം സാധാരണ കാര്യമല്ല. ഈ തീരുമാനത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. പ്രധാനമായും സൗദി അറേബ്യയും പാകിസ്ഥാനും ചേർന്ന സഖ്യത്തോടുള്ള UAEയുടെ അസന്തോഷമാണ് ശ്രദ്ധേയമായത്. കൂടാതെ ഇറാൻ വിഷയത്തിൽ പാകിസ്ഥാൻ എടുത്ത നിലപാടും UAE അസ്വസ്ഥമാക്കി. ഈ എല്ലാ കാരണങ്ങളും ചേർന്നാണ് UAE ഒപെക്കിൽ നിന്ന് പുറത്തുപോകാൻ പ്രേരിപ്പിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. അടുത്ത കാലത്ത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതോടെ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യങ്ങളൊന്നാണ് UAE. നിരവധി മിസൈൽ ആക്രമണങ്ങളും ഡ്രോണുകളുടെ ഭീഷണിയും UAE നേരിട്ടു. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ആക്രമണങ്ങളിൽ പലതും തടഞ്ഞുവെങ്കിലും ഇത് രാജ്യത്തിന്റെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചു. ഇറാന്റെ ആക്രമണങ്ങൾ UAEയുടെ എണ്ണ സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയപ്പോൾ അതിന് ശക്തമായ മറുപടി നൽകണമെന്ന് UAEയുടെ നിലപാട്. എന്നാൽ ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഇടപെട്ടത് UAE കൂടുതൽ അസ്വസ്ഥമാക്കി. മധ്യസ്ഥനായി നിന്ന പാകിസ്ഥാൻ ഇറാനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്നാണ് UAE കരുതിയത്. ഇത് ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെ ബാധിച്ചു. ഇതിനു പുറമെ സാമ്പത്തിക വിഷയങ്ങളും പ്രശ്നങ്ങളും കാരണമായി. UAE പാകിസ്ഥാന് നൽകിയിരുന്ന വലിയ വായ്പ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെ പാകിസ്ഥാൻ സാമ്പത്തിക സമ്മർദ്ദത്തിലായി. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയും പാകിസ്ഥാൻ സഹായിച്ചത് UAEക്ക് ഇഷ്ടമായില്ല. ഇതോടെ സൗദിയും UAEയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ കാണാൻ തുടങ്ങി. കൂടാതെ 2025 സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട പ്രതിരോധ കരാറും UAE ആശങ്കപ്പെടുത്തി. ഈ കരാറിന്റെ ഭാഗമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ പാകിസ്ഥാൻ സൗദിയെ സംരക്ഷിക്കുമെന്ന സൈനിക പിന്തുണ നൽകുമെന്നാണ് പറയപ്പെട്ടത്. ഇതുപോലുള്ള നീക്കങ്ങൾ ഗൾഫ് മേഖലയിൽ ശക്തി സമവാക്യങ്ങളെ മാറ്റാൻ സാധ്യതയുണ്ട്. യമൻ വിഷയത്തിലും സൗദിയും UAEയും ഒരുമിച്ചില്ല. ഹൂതി വിമതർക്കെതിരായ യുദ്ധത്തിൽ ഇരുവരും സഖ്യകക്ഷികളായിരുന്നെങ്കിലും തന്ത്രപരമായ കാര്യങ്ങളിൽ ഇവർക്ക് തമ്മിൽ ഭിന്നതകളുണ്ട്. സൗദി ചർച്ചകളും ഒത്തുതീർപ്പുകളും മുൻനിർത്തുമ്പോൾ UAE കൂടുതൽ ശക്തമായ സൈനിക നടപടി ആവശ്യമാണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിലും ഈ രാജ്യങ്ങൾ വ്യത്യസ്ത പക്ഷങ്ങളെ പിന്തുണയ്ക്കുന്നു. ഇത് അവരുടെ തമ്മിലുള്ള ഭിന്നതയെ കൂടുതൽ തുറന്നു കാട്ടുന്നു. പ്രത്യേകിച്ച് റെഡ് സീ മേഖലയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണവും സാമ്പത്തിക സ്വാധീനവും നേടാനുള്ള മത്സരവും ഇരു രാജ്യങ്ങൾക്കിടയിൽ ശക്തമാണ്. ഒപെക്കിന്റെ പ്രവർത്തന രീതിയിൽ UAEക്ക് അസന്തോഷമുണ്ട്. ഈ സംഘടനയിൽ പ്രധാന സ്വാധീനം സൗദി അറേബ്യയ്ക്കാണ്. എണ്ണ ഉൽപാദന വിലയും തീരുമാനിക്കുന്നത് പലപ്പോഴും സൗദിയുടെ താൽപര്യങ്ങൾ അനുസരിച്ചാണെന്ന് UAE കരുതുന്നു. അതുകൊണ്ടാണ് ഒപെക്കിൽ നിന്ന് പുറത്തു പോകുന്നതിലൂടെ കൂടുതൽ സ്വാതന്ത്ര്യം നേടാൻ UAE ശ്രമിക്കുന്നത്. ഒപെക്ക് വിട്ടാൽ UAEക്ക് വലിയൊരു ഗുണം ലഭിക്കും. ഉൽപാദന നിയന്ത്രണങ്ങളില്ലാതെ സ്വന്തം ശേഷിക്കനുസരിച്ച് എണ്ണ ഉൽപ്പാദിക്കാൻ കഴിയുന്നു. ഇത് രാജ്യത്തിന്റെ വരുമാനത്തിനും ആഗോള വിപണിയിലെ സ്വാധീനിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നു. ഇപ്പോഴും ഒപെക്കിന്റെ മൊത്തം ഉൽപാദനത്തിൽ നല്ലൊരു വിഹിതം UAEക്കാണ്. സൗദിയുടെ നിഴലിൽ നിന്ന് മാറി സ്വന്തം വഴി കണ്ടെത്താനാണ് UAEയുടെ ശ്രമമെന്ന് പറയാം. സ്വന്തം താൽപര്യങ്ങൾ മുൻനിർത്തി സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ രാജ്യം തയ്യാറാകുകയാണ്. ഇത് ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വഴിവെക്കും. അതേസമയം ഇന്ത്യയുമായി UAE നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. വ്യാപാരത്തിലും നിക്ഷേപത്തിലും ഇരു രാജ്യങ്ങൾ തമ്മിൽ ശക്തമായ സഹകരണം തുടരുന്നു. അതുകൊണ്ട് തന്നെ സൗദി പാകിസ്ഥാൻ തുർക്കി സഖ്യം ശക്തമാക്കുന്നത് UAE ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു. ഇതുവരെ കണ്ടതുപോലെ ഒപെക്കിൽ നിന്ന് UAEയുടെ പിന്മാറ്റം വെറും ഒരു സാമ്പത്തിക തീരുമാനമല്ല. അത് രാഷ്ട്രീയമായും തന്ത്രപരമായും വലിയൊരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഗൾഫ് മേഖലയിലും ആഗോള രാഷ്ട്രീയത്തിലും പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടാൻ ഇത് കാരണമാകും. സാരമായി പറഞ്ഞാൽ UAE ഇപ്പോൾ ഒരു പുതിയ വഴിയിലേക്ക് കടക്കുകയാണ്. പഴയ ബന്ധങ്ങളും സഖ്യങ്ങളും പുനർപരിശോധിച്ച് സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് പുതിയ തീരുമാനങ്ങൾക്കാണ് രാജ്യമെടുക്കുന്നത്. ഈ മാറ്റങ്ങൾ വരും കാലത്ത് ലോക രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.